ഗായ്സ്, അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സുഹൃത്തുക്കളെ. അപ്പം ഇന്നത്തെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ കാർപ്പറ്റ് ചേഞ്ച് ചെയ്യുന്നതാണെന്ന്. അപ്പോൾ അടുക്കളത്തെ പെയിൻറ്റിങ് ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇടലും നോമ്പ് തുറക്കാനുള്ള ഉണ്ടാക്കലും ഒക്കെ കൂടി ആയിട്ട് നല്ല ബിസി ആയിപ്പോയി. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഒക്കെ കൂടി നല്ല തിരക്കിലിട്ട് പിടിയെന്നുള്ള കാര്യങ്ങളായിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഉമ്മയും മക്കളൊക്കെ അടുക്കളയിലുണ്ട്. എന്തോ പാൽവാഴയ്ക്കോ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അത് മക്കൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് കയറാം. എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നും എടുക്കുന്നതെന്നൊക്കെ വൈക്കെ പറഞ്ഞുതരാം. ഓക്കെ. എന്തിനാ അതിനും ഇഞ്ച പാത്രത്തിലുള്ള മോൻ്റെ വാരി കുടിക്കുന്നത്? അതിനോ അതെന്തിനാ ഓൻ്റെത് എടുക്കുന്നേ? അവനവൻ്റെ പാത്രത്തിൽ കുടിച്ചാൽ പോരെ? അവനവൻ്റെ പാത്രത്തിൽ കുടിച്ചാൽ പോരേന്ന്. കുടിക്കുന്നല്ല അമ്മ, കുളിക്കുന്ന തല മുതലുണ്ട്. കാക്കാൻ്റെ അടിച്ചു ചോദിക്കോ, ഇഷ്ടപ്പെട്ടിരുന്നല്ലോ. ഇനി ഇവിടെ പായസം എന്ന് പറഞ്ഞ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടൊന്ന് കുടിക്കാത്ത അത് നോക്കിയിരിക്കുന്നെന്താ? അങ്ങനെ കുടിച്ച് പായസം കുടിച്ചോ, കുടി. സൗണ്ട് വന്ന്. അപ്പൊ ഗായ്സ്, ഇതാണ് പാൽവാഴക്ക. അയ്യോ, സ്പൂണുള്ളിൽ പോയി മാ. ഓനതിന് വേണ്ടിയിട്ട് ചോദിക്കുന്നതായിട്ടാ വെറുതെ. ഇതിനകത്ത് എന്തൊക്കെയാട്ടെ, സാബുവിനരിയും നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് ഇട്ടത്. ഇത് കുറച്ചും കൂടി കുറുകാനുണ്ട്. അന്ന് തിരക്ക് കൂട്ടിയിട്ട് ഇങ്ങനെ ആക്കി എടുത്തതാട്ടോ. അപ്പോൾ നമ്മൾ സമൂസേൻ്റെ മസാല ഇതാട്ടോ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ആ സമൂസക്ക് മാവ് വെച്ച് വെച്ചിട്ടുണ്ട്. ഈ സാധനത്തിലാണ് നമ്മൾ സമൂസ പരത്തുന്നത്. പിന്നെ ഇത് ഷീറ്റ് വാങ്ങാൻ വിചാരിച്ചതാണ്. ഉമ്മ ഷീറ്റ് വാങ്ങണോ ചോദിച്ചത്. അപ്പോൾ ഞാൻ വേണ്ട പറഞ്ഞ്. ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ മറ്റേത് എനിക്ക് വലിയ പിടുത്തമില്ല. അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ വെച്ചിട്ട് ഷീറ്റ് വാങ്ങണ്ടെന്ന് പറഞ്ഞ്. പിന്നെ മാവ് ഇതാ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. അളവിൽ കൂടുതൽ കുറച്ച് കൂടിപ്പോയാൽ പിന്നെ അത് ബാക്കിയാക്കിയിട്ട് വെറുതെ കളയാനാക്കണ്ടല്ലോ. പിറ്റേന്ന് നോമ്പായതുകൊണ്ട് ആരും തിന്നൂല. അത് അങ്ങനെ ഇരിക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പിന്നെ കഴിക്കാൻ കഴിയില്ല. അവിടെ കണക്കായത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇന്നലെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ ഇന്നലെ തേങ്ങമുറിയൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ റെസിപ്പിയൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത് നടന്നില്ല. അപ്പോൾ ഇനി ബനാന ഷേക്ക് അടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പൈനാപ്പിൾ ലൈം അടിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് തണുക്കാൻ. ഉമ്മാക്ക് ബനാന ഷേക്ക് കുടിക്കണം എന്നൊരു പൂതി പറഞ്ഞു. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ബനാനയും കട്ടപ്പാലും പഴമൊക്കെ സെറ്റാണ്. അപ്പോൾ ഐസ്ക്രീം വാങ്ങണം. അപ്പോൾ അത് വാങ്ങി മേലെ കടയിൽ പോയിട്ട് വാങ്ങിയിട്ട് വരാം. അപ്പോൾ ഗായ്സ്, ഇതാ നമ്മളെ സമൂസ പൊരിക്കാൻ തുടങ്ങിയിട്ടോ. അതായത് ഞാൻ പരത്തിയിട്ട് ആ അച്ചിലിട്ടിട്ട് ഇതാക്കിയതാണ്. നല്ല പൊന്തി വന്നത്. ഇത് ചൂടോടെ കഴിക്കാൻ ഭയങ്കര ക്രിസ്പി ആയിരിക്കും. ചൂടാറിയാൽ കുറച്ചൊരു ഇതുണ്ടാവും, എന്നാലും നല്ലതാട്ടോ. എനിക്ക് മറ്റേതിനെക്കാട്ടും ഇഷ്ടം എനിക്ക് ഇതാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ വേറൊരു സാധനം കാണിച്ചത്. ഇത് കണ്ടോ, ഇത് കാണാൻ നെയ്യപ്പം പോലെ ഉണ്ട്. ഇത് ഉമ്മ ഉണ്ടാക്കിയതാണ്. നമുക്ക് ചായക്ക് ഭക്ഷണം ഈ എണ്ണക്കടിയൊക്കെ കഴിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുമല്ലോ, അപ്പോൾ കടിക്ക് പകരം അത് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ പേരെന്തോന്ന് പറഞ്ഞ് ഞാനത് മറന്നുപോയി. സാധനം നല്ലതാട്ടോ. ഇന്നലെ ചിക്കൻ വരട്ടിയതും അതും ഉണ്ടാക്കി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നും അതന്നെ ഉണ്ടാക്കാൻ ഉണ്ടാക്കി. ചെന്ന് ബീഫ് വരട്ടിയതും അതുമാണ്. തിന്നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും നോമ്പ് തുറന്നിട്ട്. ഈ സാധനം നല്ല ടേസ്റ്റ് ആട്ടോ, ഇങ്ങനെ വരട്ടിയതിൻ്റെ കൂട്ടത്തിലൊക്കെ തിന്നാൻ. ഐസ്ക്രീം കോരിക്കോ, എനിക്ക് അപ്പുറത്തോ അപ്പോൾ കടിക്കുന്നതിനും പൊച്ച വന്നല്ലോ. അതെന്താ വെച്ചത്?
അപ്പോൾ ഗായ്സ് ഇതാ അന്നുവിന് പനി പിടിച്ചിട്ട് അന്നു ഇതാ അവിടെ കിടക്കുന്നുണ്ട്. എനിക്കിന്ന് രാവിലെ നോക്കുമ്പോൾ പെട്ടെന്നൊരു പനി. ഇപ്പോൾ നോമ്പ് തുറക്കാനൊന്നും അവൻ ഇരുന്നിക്കില്ല, ഇവിടെ തന്നെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ആ TV കണ്ടുകൊണ്ടിരിക്കുക, രുദ്രേനെ കണ്ടുകൊണ്ടിരിക്കുക അവന്. ഇല്ല അന്നു, പനി കുറഞ്ഞോ? പിനാക്കിയാ? സോറി ഗൈസ്, പിനാക്കിയാണ്. ഇതാ വേറൊരു പിനാക്കി വരുന്നതിൽ. അതിനോ നിശ്ചയിച്ചോ? അല്ലാഹ് അക്ബർ നിശ്ചയിച്ചോ? സമൂസ ആണോ? അതിന് കാക്കേ കൂടെ വിടെ പാട്. കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ, കുഞ്ഞ് വിശന്ന് കരയില്ലേ അല്ലാ, കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം. അയ്യോ കാക്കേ പറ്റിച്ചേ. കാക്ക പാടുകാട്, ഇനി മോൻ പാട്. കാക്ക് കാക്ക് പാട്. ആര് ആര് മോട്ടൂര് സമൂസ വന്നപ്പോഴോ ശക്തി വന്നോ? നല്ല ശക്തി വന്നു. ഇപ്പൊ പനി പോയോ? എന്നാ പമ്പാടുന്ന് പോയോ? എടാ എന്നാ സമൂസ ഒന്നും കൂടി തിന്നോ, ശക്തി വരട്ടെ. നല്ല മമ്പനായി തിന്നിട്ടാ. അത് തണുത്തിയില്ലേ, അപ്പൊ ചൂടോടെ തിന്നണേ, നിലത്ത് കളയാണ്ട് തിന്നിട്ടോ. എല്ലാം അങ്ങനെയാ. നല്ല സമൂസ, ഇഞ്ചെ പല്ലിന് ഉറപ്പില്ലായിട്ടാ, ഞങ്ങളൊക്കെ ഇപ്പോൾ തിന്നല്ലേ, പനിയായിട്ടേ തിന്നാൻ കഴിയായിട്ടാ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ.